പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉയരുന്നതിനിടെയാണ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കെതിരായ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തത്. തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് തട്ടിപ്പുകാരിൽ നിന്ന് 25 ലക്ഷം രൂപ താൻ വാങ്ങിയതെന്ന് വാർത്ത കൊടുത്ത മാധ്യമം തെളിയിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് പോലുമില്ലെന്നും CPMനെ അധിക്ഷേപിക്കാനുള്ള നീക്കമാണ് വ്യാജ വാർത്തയിലൂടെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലഭിക്കുമെന്ന വ്യാജ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണസമാഹരണം നടത്തിയിട്ടുള്ള തട്ടിപ്പുകാരൻ്റെ ഇടപാടുമായി ബന്ധപ്പെടുത്തി CPMനെ അപകീർത്തിപ്പെടുത്താൻ വലതുപക്ഷ മാധ്യമങ്ങളും നിക്ഷിപ്ത താല്പര്യക്കാരും കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അത്തരമൊരു സംഭവത്തിനിടയാകുന്ന ഒരു സാഹചര്യവും എന്നെ സംബന്ധിച്ചിട്ടില്ല. കാരണം ഒന്നെനിക്ക് വ്യക്തിപരമായിട്ട് ഒരു അക്കൗണ്ട് സിസ്റ്റത്തിലൂടെ പണം സമാഹരിക്കുകയോ കൈകാര്യം ചെയ്യുന്നയാളല്ല ഞാൻ. ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെ ഫണ്ട് സമാഹരണത്തിൻ്റെ ഇതുവരെ ശീലിച്ചു വന്നിട്ടുള്ള രീതി എന്ന് പറയുന്നത് പാർട്ടിക്ക് ആവശ്യമായ പണം വന്നാൽ ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്ന ടാർഗറ്റ് ഏരിയ കമ്മിറ്റി മുഖാന്തരം സമാഹരിക്കുകയും ആ പണം ബാങ്ക് അക്കൗണ്ടിലൂടെ പാർട്ടി DC-യിലേക്ക് സ്വീകരിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടെ നിലപാട് സ്വീകരിച്ചാണ് CPM മുന്നോട്ട് പോകുന്നത്. ഒരു മാധ്യമം എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ മാധ്യമം ഞാൻ ഏത് സാഹചര്യത്തിലാണ് 25 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളത് തെളിയിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അത് ആവശ്യമായി വന്നാൽ വേണ്ട നിയമ നടപടിയിലേക്ക് കടക്കുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് ഇടതുപക്ഷ മാധ്യമങ്ങൾ CPMൻ്റെ യശസ്സും അതിൻ്റെ വ്യക്തതയും അതുപോലെ തന്നെ വിരക്തതയും അതിൻ്റെ CPMൻ്റെ നിലപാടിനെ സംബന്ധിച്ച് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മൂല്യങ്ങളെ വലതുപക്ഷ മാധ്യമങ്ങളുമായി കൂട്ടിക്കെട്ടി പൊതുവൽക്കരിക്കുക എന്ന നിലപാടിൻ്റെ ഭാഗമായി മാത്രമാണ് ഇത്തരം പ്രചരണങ്ങളുള്ളത്. വെട്ടിപ്പുകാരനെയും പണം സമാഹരിച്ച് അതിൻ്റെ വിഹിതം പറ്റി പ്രവർത്തിക്കേണ്ട യാതൊരു വിധമായ ബാധ്യതയും CPMനെ സംബന്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ സെബാസ്റ്റ്യൻ കൂടി ചേരുന്നുണ്ട്. ജോസിൽ, പോകുന്ന വഴിക്ക് ഇരിക്കട്ടെ ഒന്ന് CPMനും എന്ന തരത്തിലാണെന്ന് തോന്നുന്നു മാധ്യമങ്ങൾ ഈ വാർത്തയെ സമീപിച്ചത്. ഈ വ്യാജ തട്ടിപ്പ്, ഈ തട്ടിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട്, അതായത് പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ BJP കോൺഗ്രസ് നേതാക്കളുടെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തരം സന്നദ്ധ സംഘടനകൾക്ക് നേതൃത്വം നൽകിയത് BJP കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ളതും അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണെന്നിരിക്കെ CPMൻ്റെ ഒരു ഉന്നതനായ നേതാവിനെതിരെ ഒരു വാർത്ത പടച്ചുവിടുന്നതിൻ്റെ സാങ്കത്യം, അതിന് പിന്നിലുള്ള രാഷ്ട്രീയം കേരള ജനത മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ് ഇത്തരത്തിൽ വ്യാജ വാർത്ത ചമച്ചവർക്കെതിരെ, ആ മാധ്യമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഏത് മാധ്യമമാണ് ഇങ്ങനെ വാർത്ത കൊടുത്തത്? വലിയ തരത്തിലുള്ള പ്രചാരണം CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ളത് മാധ്യമങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ വലിയ തരത്തിൽ വ്യാജ വാർത്ത CPMനെതിരെയും ചമയ്ക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഈ വ്യാജ വാർത്ത പുറത്തു വരികയും ചെയ്തത്? സിജു, നമ്മളെയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അത് മറ്റു പല BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്ക് ഇത്ര കോടി ഇത്ര ലക്ഷം വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാലൻസിങ്ങിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ മാധ്യമങ്ങൾ ഇത്തരത്തിൽ CPMും പണം പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത സൃഷ്ടിച്ചത്. ഏതായാലും ഇന്നലെ മറയൂർ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ CV വർഗീസിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമം ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അത് താൻ വാങ്ങിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞത്, അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മറ്റുള്ള ഇപ്പോൾ മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തായിട്ടുള്ള കുടയത്തൂരാണ് ഈ അനന്തകൃഷ്ണൻ താമസിക്കുന്നത്. അപ്പോൾ മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറിയെയും അതുപോലെ തന്നെ കാഞ്ഞാർ കുടയത്തൂർ ലോക്കൽ സെക്രട്ടറിമാരെയും വിളിച്ച് ഉറപ്പുവരുത്തി ഇത്തരത്തിൽ ഈ അനന്തകൃഷ്ണൻ്റെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിന്, പിരിവുമായി ബന്ധപ്പെട്ടോ എന്നുള്ളതിന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ്
ശേഷമാണ് ഇന്ന് മാധ്യമങ്ങളോടക്കം ഇത്തരത്തിൽ വാർത്ത വന്നതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും സി വി വർഗീസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യക്തിപരമായി ഇത്തരത്തിലൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത വ്യക്തിയാണ് താൻ. തനിക്കെന്തെങ്കിലും കാര്യങ്ങൾ നടത്താനുണ്ടെങ്കിൽ CPM DC ജില്ലാ കമ്മിറ്റിയാണ് നൽകുന്നത്. തൻ്റെ വാഹനത്തിന് ഇന്ധനം അടിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടി DC ആണ്. അതുപോലെ തന്നെ പാർട്ടി DC-യിലേക്കും പണം സ്വീകരിക്കുന്നതിന് പ്രത്യേകമായ ചട്ടവട്ടങ്ങളുണ്ട്. അതായത് ഈ പാർട്ടി ഫണ്ട് തീരുമാനിച്ചാൽ തന്നെ ഏരിയ കമ്മിറ്റികളുടെ കോട്ടകൾ അടയ്ക്കുന്നത് ഏരിയ കമ്മിറ്റികളാണ്. ഇത്തരത്തിൽ CPM-ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് പണം അടയ്ക്കുന്നത്. അത്തരത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും മാത്രമേ പണം സ്വീകരിച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് ഒരു വ്യക്തിയിൽ നിന്നും നേരിട്ട് ഇത്തരത്തിൽ പണം സ്വീകരിക്കുന്ന രീതിയും കാര്യങ്ങളുമില്ല. ഏതായാലും ഏരിയ കമ്മിറ്റി ഫണ്ട് ശേഖരിച്ചതുമായി ബന്ധപ്പെട്ട് പണം സ്വീകരിച്ചിട്ടുണ്ടാവാം പ്രാദേശികമായിട്ട്. എന്നാൽ വ്യക്തിപരമായി ഇത്തരത്തിൽ 25 ലക്ഷം രൂപ താൻ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് ഈ വാർത്ത കൊടുത്ത മാധ്യമം തെളിയിക്കണമെന്നാണ് CV വർഗീസ് വെല്ലുവിളിക്കുന്നത്. ഇത്തരത്തിൽ അത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ മാധ്യമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് CV വർഗീസ് വ്യക്തമാക്കുന്നത്. സിജു. ശരി ജോസിൽ,